നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകൾ വളരെ ജാഗ്രതയോടെ നീങ്ങുന്ന ഒരു സമയമാണിത്. അതിന് കാരണമാകുന്നത് വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണിത്. ഇത് തള്ളിക്കളയാൻ കഴിയില്ല, ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 2 മാസത്തിലേറെയായി ഇത്തരത്തിൽ ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയം ഏതാനും ചില സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കുന്ന നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ബി.ജെ.പിക്ക് മണിപ്പൂരിലെ ഭരണം നഷ്ടമായതും അവിടെ രാഷ്ട്രപതി ഭരണം വന്നതും കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ ഒരു സംസ്ഥാനം നഷ്ടമാകുക എന്നുള്ളത് അവർക്ക് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. അസാം ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെയും കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വടക്കുകിഴക്കൻ പ്രദേശങ്ങളെ പിന്നെ ചിന്തിക്കുകയേ വേണ്ട, അത് ഒന്നിനു പിറകെ ഒന്നായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഭയചകിതമായ ഒരു അവസ്ഥ മുന്നിൽ നിൽക്കുന്നത് രാജസ്ഥാനും അതുപോലെ ഒഡീസയുമാണ്. ഒഡീസയിൽ കേവല ഭൂരിപക്ഷമുണ്ട്. മോഹൻ ചരൺ മാഞ്ചിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. എങ്കിലും അവിടെ വിമത ശല്യം അതിശക്തമാണ്. രാജസ്ഥാനിൽ ഭജൻലാലിലും ഈ രീതിയിൽ പല വിമത ശല്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇത് രണ്ടും വലിയ തോതിൽ ഈ 2 പ്രദേശങ്ങളിൽ ഒരുപക്ഷെ കീഴ്മേൽ മറിക്കാനുള്ള സാധ്യതയുണ്ട്. ബി.ജെ.പി. സർക്കാരുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ഒഡീസയിലെ 24 കൊല്ലത്തെ ഭരണം, ആ ഒരു എക്സ്പീരിയൻസ്, അത് നവീൻ പട്നായിക്കിന് സമ്മാനിച്ച സൗഹൃദങ്ങൾ ചില്ലറയല്ല. ബി.ജെ.പി. നേതൃത്വത്തിൽ പോലും ചിലർ നവീനുമായി നല്ല രീതിയിൽ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരിൽ പലരും ഇപ്പുറത്തേക്ക് ചാടിയാൽ മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇപ്പുറത്തേക്ക് ചാടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിലവിൽ ഒഡീസയിൽ മന്ത്രിസ്ഥാനം കിട്ടാത്ത ചിലർ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ് ബിജു ജനതാദൾ കോൺഗ്രസ് സഖ്യകക്ഷി അവിടെ ഭരണത്തിലേക്ക് വന്നാൽ അട്ടിമറി ഉറപ്പാണ്. അത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തിന് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള സ്റ്റേറ്റും ഒഡീഷ തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21-ൽ 20 സീറ്റും ബി.ജെ.പി. ജയിച്ചു. 1 സീറ്റിൽ കോൺഗ്രസും. 1 സീറ്റ് പോലും ഭരണകക്ഷിയായിരുന്ന ബിജു ജനതാദളിന് കിട്ടാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. പാണ്ഡ്യൻ എന്ന ബിജു ജനതാദളിനെ നയിക്കാൻ പോകുന്ന വരത്തനെ ഒരിക്കലും ആ കസേരയിലേക്ക് ഇരുത്തരുത് എന്ന ഒഡീസക്കാരുടെ ഒരു പൊതുവികാരമാണ് ബിജു ജനതാദൾ നേതാക്കളെ ചുഴറ്റിയടിച്ചതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അത് താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമായിരിക്കണം എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. രാജസ്ഥാനിൽ പക്ഷേ അങ്ങനെയല്ല. വസുന്ധര ഫാക്ടർ വളരെയധികം നിർണായകമാണ്. അവിടുത്തെ പ്രമുഖ നേതാക്കളായിട്ടുള്ള ഗജേന്ദ്ര ഷെഖാവത്തും അർജുൻ റാം മേഘ്വാളും ഒന്നും വിചാരിച്ചാൽ കഴിയാത്ത പല കുത്തിത്തിരിപ്പുകളും നടത്താൻ ഇപ്പോഴും കെൽപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് വസുന്ധര രാജെ സിന്ധ്യ. അവർ ഒരു രാജ്ഞിയെ പോലെ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. അവർക്ക് ജാൽറ പത്താരിൽ ഉള്ള സ്വാധീനമൊന്നും മറ്റൊരു മേഖലയിലും ഒരു നേതാവിനും ബി.ജെ.പിയിൽ ഇല്ല. ഏത് മേഖലയിൽ ഏത് നേതാവിനെയും അട്ടിമറിയിലൂടെ തോൽപ്പിക്കാൻ കഴിഞ്ഞാലും 200 നിയമസഭാ സീറ്റുകളിൽ ഏറ്റവും സുരക്ഷിത മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബി.ജെ.പിക്കാരിയായ വസുന്ധര മത്സരിക്കുന്ന ജാൽറ പത്താനിൽ തന്നെയാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അവരുടെ ഒരേ ഒരു മകനായ ദുഷ്യന്ത് ലോക്സഭയിലെ അംഗം കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്നാൽ ദുഷ്യന്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തില്ല, വസുന്ധരയെ കേന്ദ്രമന്ത്രിയാക്കിയില്ല, വസുന്ധരയെ കരുവേപ്പില പോലെ കളഞ്ഞു. ഇതെല്ലാം അവിടെ ഭജൻലാലിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളിൽ ഒന്നായി തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. സമയം ഇനിയുമുണ്ട്. അട്ടിമറിക്ക് സാവകാശം അതിനുള്ള തിരി കൊടുക്കുകയാണ്.